നമസ്കാരം. ഉത്രാടം നക്ഷത്രക്കാർക്ക് 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം, ഒരു വർഷക്കാലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഇത് ധനുക്കൂറുകാരും മകരക്കൂറുകാരും ഉണ്ട്. ഈ രണ്ട് രാശിക്കാർക്കും വളരെയേറെ ദോഷങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വസ്തുവും വീടും നഷ്ടപ്പെട്ടതും കുടുംബം നഷ്ടപ്പെട്ടതും സാമ്പത്തിക ദുരിതം ഉണ്ടായതും ഒക്കെ ഒരുപാട് പേർക്കുണ്ട്. ഇവരെല്ലാവരും നാളെ നല്ലൊരു കാര്യം വരുമെന്ന് പ്രതീക്ഷയിൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തായാലും നിങ്ങൾക്ക് 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലം ഉത്രാടം നക്ഷത്രത്തിൽ രണ്ട് രാശിയിലും പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പൊതുവേ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് ഉളവാക്കുന്നത്. സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് ജോലി കിട്ടുകയോ സന്താനങ്ങൾ വിദേശത്ത് പോവുകയോ അവിടെ നിന്ന് ധനാഗമ മാർഗങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ വേണം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ആരോപണ വിധേയരാവാൻ വരെ സാധ്യതകളുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നവർ അതിൽ നിന്ന് പണം കട്ടെടുത്തുവെന്നോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ചീത്തപ്പേരുകൾ ആരോപണ വിധേയമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേക കരുതൽ പുലർത്തുന്നത് നന്നായിരിക്കും. വിദേശത്തുള്ളവർ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തുന്നതാണ്. ചില പുതിയ കരാറുകളോ എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യുവാനായിട്ട്. പങ്കാളിത്ത ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് വൻ നഷ്ടം വരുമെന്നുള്ളത് കൊണ്ട് പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ നിർത്തിവയ്ക്കുകയോ തുടർ നടപടികൾ പുതിയതായിട്ടുള്ളവരത് വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വൻ നഷ്ടങ്ങൾ വന്നു കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പുവച്ചിട്ടുള്ള പല കരാറുകളും നിങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പല വിഷമഘട്ടങ്ങളിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളും മിത്രങ്ങളും സഹായവുമായിട്ട് എത്തുന്നതും പിന്നീട് ബന്ധുമിത്രാദികളൊക്കെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വന്നു ചേരുന്നത്. പിതാവിൻ്റെ അസുഖം നിങ്ങൾക്ക് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കുന്നതും ആശുപത്രി വാസത്തിനായിട്ട് പോകേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. പല കുടുംബത്തിൽ പല അംഗങ്ങളുമായിട്ട് ഭാര്യയുമായിട്ടോ മക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നു ചേരുന്നത് കൊണ്ട് എപ്പോഴും ഒരു കലഹത്തിനുള്ള സാധ്യത നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരാം. ആയതുകൊണ്ട് കലഹങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കലഹങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്. വീടിന് ചില്ലറ അറ്റകുറ്റപ്പണികളോ റെനോവേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കോ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ചിലവ് വന്നു ചേരുന്നത് മൂലം അതിനുള്ള സ്രോതസ്സ് അല്ലെങ്കിൽ സോഴ്സ് നിങ്ങൾ കണ്ടെത്തുന്നത് ചിലപ്പോൾ വല്ല ബാങ്ക് ലോണൊക്കെ ആയിട്ടായിരിക്കാം. അത് ഭാവിയിലൊരു ബാധ്യതയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. താൽക്കാലികമായിട്ട് ഏതെങ്കിലും കമ്പനികളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. പൈതൃകമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ സ്വത്തോ അല്ലെങ്കിൽ പൈതൃക സ്വത്ത് ഇപ്പോൾ ലഭിക്കുന്നതോ വിൽപ്പന നടത്തി നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ നിങ്ങൾ ശ്രമിക്കും. പോലീസ് കോടതി കേസുകളൊക്കെ വരാതെ നോക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേത്ര രോഗത്തിന് ചികിത്സയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വിദഗ്ധ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നേത്രരോഗത്തിന് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരാം. മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേതൃത്വ സ്ഥാനമൊക്കെ ലഭിച്ചു എന്ന് വരാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക രംഗത്തും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു അനുകൂലമായ സമയം തന്നെയാണ് ഈ 2024 എന്ന് പറയുന്നത്. പങ്കാളിയുമായിട്ട് പിണങ്ങി നിന്നിരുന്നവർ ഒത്തൊരുമിക്കുകയും ഭാര്യാഭർത്താക്കന്മാർ കേസുകളൊക്കെ ഉള്ളവർ അതൊക്കെ പിൻവലിച്ച് ഒത്തൊരുമിക്കുകയും കുറേ കാലമായിട്ട് പിണങ്ങിയിരുന്നവരൊക്കെ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ശാന്തിയോടെ സമാധാനത്തോടെ സന്താനങ്ങളോട് കൂടി ചേർന്ന് വർത്തിക്കാനൊക്കെ തീരുമാനിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും സമാധാനവും കളിയാടുന്നത് മൂലം പുണ്യതീർത്ഥ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടും നിങ്ങൾക്ക് പൊതുവിൽ ഈ 2024 എന്ന് പറയുന്ന വർഷം ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം കടന്നു പോകുന്നതാണെങ്കിലും പൊതുവിൽ നല്ലൊരു വർഷം തന്നെയായിത്തീരും. വർഷ അവസാനത്തോടുകൂടി നിങ്ങളുടെ പല ആഗ്രഹ സബലീകരണവും നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ദോഷപരിഹാരങ്ങൾ മാറുന്നതിനായിട്ട് ശനി ദോഷങ്ങൾ കുറയുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ച വ്രതം നോൽക്കുക. ശനീശ്വരന് എള്ളുമാല നീരാഞ്ജനം എന്നിവ കത്തിക്കുന്നതും ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതുമൊക്കെ വളരെയേറെ ഗുണപ്രദമായ കാര്യമാണ്. കൂടാതെ നാഗക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ കദളിപ്പഴ നേദ്യം പാൽപ്പായസം ഇവ നടത്തുന്നതും സമർപ്പിക്കുന്നതും പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ശാസ്താവിനെ ദർശിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 2024 നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഉത്തമമായ പരിഹാരങ്ങളും കൂടി ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.